ഈ ജോർജിയയിലൊക്കെ MBBS പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇസ് ജോർജിയ റിയലി വർത്ത് ഇറ്റ്? ഞാൻ എൻ്റെ 6 വർഷം MBBS പഠിച്ചത് ജോർജിയയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത FMG എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്സ് ഐ വിഷ് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ബിഫോർ ഐ വെന്റ് ടു ജോർജിയ ടു പെർസ്യൂ മൈ MBBS. ഇപ്പം ഞാൻ പഠിച്ചിറങ്ങിയത് കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അഡ്വൈസ് ഒന്നുമല്ല, പക്ഷേ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജോർജിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം കാലിലാണ്. അവിടെ ഈവൻ നമ്മുടെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ പോലും ആരും നമ്മുടെ ബാക്കിൽ നടന്ന് പഠിക്കുക ആ സംഭവം ഒന്നും അവിടെ ഇല്ല. ഒബ്വിയസ്ലി നമുക്ക് അറ്റൻഡൻസ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് വി ഹാവ് ടു ബി അക്കൗണ്ടബിൾ ടു അവർ സെൽഫ്സ്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ മാരോ അല്ലെങ്കിൽ പ്രെപ്പ് ലാഡർ അല്ലെങ്കിൽ സെറിബെല്ലം ഇങ്ങനെ നമുക്ക് കുറച്ച് മെഡിക്കൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഇതിലത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം എടുത്തിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഡെയിലി ഒരു വീഡിയോ വെച്ചെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക ഫ്രം ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് അസ് എ ലോട്ട്. നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ജോർജിയയിൽ അത്യാവശ്യം നല്ല സ്റ്റുഡൻറ് സൊസൈറ്റീസ് ഉണ്ട്. സോ ഞങ്ങൾക്ക് കോളേജിൽ എന്താ പറയുക, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വീക്കെൻഡ്സ് ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഡൈസെക്ഷൻ വർക്ക്ഷോപ്സ് ഉണ്ടാവും, റിസർച്ച് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവും. സോ അതിലൊക്കെ ഭാഗമാവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ CV-യിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ ജോർജിയയിൽ വന്നിട്ട് താമസിക്കുന്ന ഏതൊരു വീടാണെങ്കിലും അതിൻ്റെ വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി പഠിക്കുക. കാരണം ഇൻ ജനറൽ ഇന്ത്യൻസിന് അത്ര നല്ല ഒരു പേരല്ല വെൻ ഇറ്റ് കംസ് ടു വൃത്തി ഇൻ അബ്രോഡ്. രാജ്യങ്ങളിലൊക്കെ നമുക്ക് വൃത്തിയില്ല എന്നുള്ള രീതിക്കാണ് ഒരു പൊതു സംസാരമുള്ളത്. നമ്മുടെ നാഷണാലിറ്റിയുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ്റെയും ഒരു ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് വീട് അതൊരു ജോർജിന്റെ വീടായിരിക്കും മിക്ക സമയം. മേക്ക് ഷുവർ നമ്മൾ ആ വീട് നല്ല വൃത്തിക്ക് സൂക്ഷിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിപ്പോയ കാര്യമാണ് ഫുഡ്. ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ മിക്ക സമയം പുറത്തത്തെ ഫുഡിലായിരുന്നു സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അത് കാരണം ഞാൻ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ഈവൻ നമ്മൾ മെൻ്റലി വരെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഈവൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ലേസി ആയി പോകും. കാരണം നമ്മൾ കഴിക്കുന്ന ഈ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സോ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ആരാണോ ഫുഡ് ഉണ്ടാക്കി തരുന്ന അമ്മയോ അച്ഛനോ അത് ആരാണെങ്കിലും ശരി, അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള 2-3 റെസിപ്പീസ് പഠിച്ചിട്ട് വരിക. അത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.